സ്വകാര്യതയിൽ ദുആ ചെയ്താൽ സ്നേഹബന്ധം കൂടും. അപ്പോൾ വാപ്പിമീൻ തിരിച്ചിങ്ങോട്ടും തുറക്കണം, ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി അങ്ങോട്ടും തുറക്കണം. ഇപ്പം ഞാൻ പറയണത് അങ്ങോട്ട് തുറക്കണ കാര്യമായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് കിട്ടിയതിൻ്റെ ഒരുപാട് ഉദാഹരണമുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു ദുആ കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആ കിട്ടിയതാണ്. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർക്ക് ഉമ്മാന്റെ ദുആ കിട്ടിയതാണ്. മിസ്റിലെ രാജാവായിരുന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, ഉമ്മാന്റെ ദുആ കിട്ടിയതായിരുന്നു. അപ്പം ഉമ്മാന്റെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾക്ക് അങ്ങോട്ടും സ്വകാര്യതയിൽ ദുആ ചെയ്യണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകണം. ആരെക്കാളും ഉമ്മാനെയും ബാപ്പാനെയും പരിഗണിക്കണം. എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കും വാപ്പാക്കും വലിയ പരിഗണന നൽകണം, മുന്തിയ പരിഗണന. ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, കൂട്ടുകാരേക്കാൾ, വീടിനേക്കാൾ, കച്ചവടത്തേക്കാൾ, സുന്നത്ത് നിസ്കാരത്തേക്കാൾ. അതാണ് ജുറൈജിന്റെ കഥ. നിങ്ങളൊക്കെ കേട്ടതാണ് കഥ, അതുകൊണ്ട് ഞാൻ പറയണില്ല. എന്തിനേക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക എന്നതാണ് മൂന്നാമത്തേത്. നാലാമത്തെ കാര്യം, മാതാപിതാക്കളുടെ കൽപ്പനകളെ ശിരസാ വഹിക്കലാണ്. ഞമ്മക്ക് യോജിപ്പില്ല, എന്നാലും വാപ്പ പറഞ്ഞല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് വേണ്ടത്രയാണ് ബോധിച്ചിട്ടില്ല, എന്നാലും ഉമ്മ പറഞ്ഞല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് വലിയ പ്രാധാന്യം നൽകണം. അഞ്ചാമത്തെ കാര്യം, എന്ത് വിഷയങ്ങൾക്കും മാതാപിതാക്കളുടെ ഉപദേശം തേടണം. സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്, വാപ്പാടം ചോദിക്കുക, ഉമ്മാടം ചോദിക്കുക, ഓല അഭിപ്രായം അറിയാം. ഗൾഫിൽ പോവുകയാണ്, വാപ്പാടെന്ന് വിവരം പറയാം, ഉമ്മാടെന്ന് വിവരം പറയാം. ഉംറക്ക് പോവുകയാണ്, വാപ്പാടെന്ന് വിവരം പറയാം, ഉമ്മാട് വിവരം പറയാം. പെരപ്പണി തുടങ്ങുകയാണ്, വാപ്പാട് വിവരം പറയാം, ഉമ്മാനോട് പറയാ, അഭിപ്രായം ചോദിക്കുക. ഏത് വിഷയത്തിലും മാതാപിതാക്കളോട് കൂടിയാലോചന നടത്തലാണ് അഞ്ചാമത്തെ കാര്യം. ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്ന വലിയൊരു പ്രശ്നമുണ്ട്. കുട്ടികളിങ്ങനെ ലേശം വലുതായി വന്ന്, ഒരാൾ അക്കരമ്മ പോയി ഓന് കുറഞ്ഞൊരു വരുമാനമൊക്കെ ആയി, ഒരാൾ ഇക്കരമ്മ പോയി ഓനും തിരക്കടില്ലാത്ത വരുമാനമൊക്കെ ആയി, ഒരാൾ നടുവിൽ ചെറിയൊരു കച്ചവടം തുടങ്ങി ഓനും വലിയൊരു കുഴപ്പമില്ലാതായി. അങ്ങനെയൊക്കെ തന്നെ നല്ല മട്ടത്തിലായാൽ ഇമ്മിയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനൊരു ചവിട്ടേണ്ടി ഒട്ടും. പിന്നെ വാപ്പാക്ക് ആ പെരയിലൊരു